നമസ്കാരം. അധികാരികൾ അവഗണിക്കുന്ന ജനകീയ വിഷയങ്ങളുമായി പൊതുജനം കഴുതിയിൽ സർ ആരംഭിക്കുകയാണ്. ജനങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനുള്ള വേദിയാണ് പൊതുജനം കഴുതിയിൽ സർ. ഞാൻ ഉമേഷ് ശിവരാമൻ. പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. പൊതുജനം കഴുതയല്ല സാർ. ഇന്ന് ആദ്യം പോകുന്നത് കോഴിക്കോട് മുക്കത്തേക്കാണ്. കസ്റ്റഡിയിലുള്ള വാഹനം കാണാനില്ല. ഓപ്പറേഷൻ നംഘോറിന്റെ ഭാഗമായി മുക്കത്തെ ഗ്യാരേജിൽ നിന്ന് കസ്റ്റംസ് പിടിച്ചെടുത്ത വാഹനം അതേ ഗ്യാരേജിൽ തന്നെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു. ഈ വാഹനമാണ് അപ്രത്യക്ഷമായത്. നാട് കടത്തിയോ അതോ പൊളിച്ചുവിറ്റോ? പോലീസ് അന്വേഷിക്കുകയാണ്. ഭൂട്ടാനിൽ നിന്ന് ആഡംബര കാറുകൾ കള്ളക്കടത്ത് നടത്തിയതുമായി ബന്ധപ്പെട്ട് കസ്റ്റംസ് നടത്തിയ ഓപ്പറേഷൻ നുംകോറിൽ പിടിച്ചെടുത്ത വാഹനമാണ് കാണാതായത്. കഴിഞ്ഞ നവംബറിൽ മുക്കത്തെ ഗ്യാരേജിന് സമീപത്ത് വെച്ച് പിടികൂടിയ വാഹനം അവിടെ തന്നെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതായിരുന്നു. ഇത് കാണാതെ പോയതോടെയാണ് കസ്റ്റംസ് പോലീസിൽ പരാതി നൽകിയത്. കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് കസ്റ്റംസ് നടത്തിയ പരിശോധനയിൽ കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ നിന്നായി 16 വാഹനങ്ങളാണ് പിടികൂടിയിരുന്നത്. സമീപകാലത്ത് ഭൂട്ടാനുമായി ബന്ധപ്പെട്ട് നടന്ന ഏറ്റവും വലിയ വാഹനക്കള്ളക്കടത്തായിരുന്നു പരിശോധനയിൽ പുറത്തുവന്നത്. ചലച്ചിത്ര താരങ്ങൾ ഉൾപ്പെടെ ഭൂട്ടാനിൽ നിന്ന് കടത്തിയ വാഹനങ്ങൾ കേരളത്തിൽ എത്തിച്ച് ഉപയോഗിക്കുന്നത് കണ്ടെത്തുകയും പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. തുടരന്വേഷണത്തിന്റെ ഭാഗമായി ഗ്യാരേജിലെത്തിയപ്പോഴാണ് കസ്റ്റഡിയിലെടുത്ത് സൂക്ഷിക്കാൻ നൽകിയ വാഹനം നഷ്ടമായ കാര്യം വ്യക്തമായത്. റോയൽ ഭൂട്ടാൻ ആർമി ഉപേക്ഷിച്ച 150 വാഹനങ്ങൾ നിയമവിരുദ്ധമായി ഇന്ത്യയിലേക്ക് കടത്തി ഹിമാചൽ പ്രദേശിൽ രജിസ്റ്റർ ചെയ്താണ് വിറ്റഴിച്ചത്. ഹിമാചൽ പ്രദേശിലെ HP 52 രജിസ്ട്രേഷൻ നമ്പറിലാണ് കൂടുതൽ വാഹനങ്ങളും രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അവിടുത്തെ രജിസ്ട്രേഷൻ അതോറിറ്റിയുടെ നിരാക്ഷേപ പത്രം ഉൾപ്പെടെയാണ് കേരളത്തിൽ കാറുകൾ വിൽപ്പന നടത്തിയതും. കേരളത്തിൽ എത്തിച്ച പല വാഹനങ്ങളും റീ രജിസ്റ്റർ ചെയ്ത് KL നമ്പറുകളിൽ ആക്കിയിട്ടുണ്ട്. 5 ലക്ഷം രൂപയിൽ താഴെ വിലയ്ക്ക് ഭൂട്ടാൻ പട്ടാളം വിറ്റ വാഹനങ്ങൾ കേരളത്തിൽ 40 ലക്ഷം രൂപയ്ക്ക് വരെ വിറ്റഴിച്ചിട്ടുണ്ട് എന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. വാഹനം മോഷ്ടിക്കപ്പെട്ടോ അതോ പൊളിച്ചു വിറ്റോ? കസ്റ്റഡിയിലെടുത്ത് സൂക്ഷിക്കാൻ നൽകിയ കാറിന് എന്താണ് സംഭവിച്ചത്? കാർ കണ്ടെത്താനുള്ള മുക്കം പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്. കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദ്, 24. പൊതുജനം കഴുതയല്ല സാർ. മലബാറിലെ കായൽ ടൂറിസത്തിന് മാറ്റ് കൂട്ടുമെന്ന് കരുതിയാണ് നീലേശ്വരം ഹൗസ് ബോട്ട് ടെർമിനലിനെ നാട്ടുകാർ ഇരുകൈയും നീട്ടി സ്വീകരിച്ചത്. നിർമ്മാണം പൂർത്തിയാക്കി ഹൗസ് ബോട്ട് ടെർമിനൽ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തെങ്കിലും ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഇതുവരെ ഒരുക്കിയിട്ടില്ല. പ്രഖ്യാപനങ്ങളെല്ലാം ഇപ്പോൾ പാഴ്വാക്കായിരിക്കുകയാണ്. വിനോദസഞ്ചാര വകുപ്പിന്റെ സഹായത്തോടെ ഉൾനാടൻ ജലഗതാഗത വകുപ്പാണ് ഹൗസ് ബോട്ട് ടെർമിനൽ നിർമ്മിച്ചത്. ആലപ്പുഴയോളം പ്രതീക്ഷയിൽ മലബാറിന്റെ മുഖച്ഛായ മാറ്റാൻ തയ്യാറാക്കിയ പദ്ധതിയോട് സഞ്ചാരികൾ ഇന്ന് മുഖം തിരിച്ച മട്ടാണ്. അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തതാണ് ഇതിന് കാരണം. ഓടുപാകി മനോഹരമാക്കിയ മേൽക്കൂരയോടുകൂടി തലയെടുപ്പോടെ നിൽക്കുന്ന ഹൗസ് ബോട്ട് ടെർമിനൽ. 8 കോടി രൂപ ചെലവിൽ 132 മീറ്റർ നീളത്തിലുള്ള മനോഹരമായ ഇടം. എന്നാൽ തേജസ്വിനി പുഴയിലൂടെയുള്ള വഞ്ചി വീടുകളിലെ യാത്ര സ്വപ്നം കണ്ടെത്തുന്നവർക്ക് ടെർമിനൽ അത്ര സുഖകരമല്ല. ടെർമിനൽ തുറന്നുകൊടുത്ത് വർഷങ്ങൾ പിന്നിടുമ്പോഴും അടിസ്ഥാന സൗകര്യമില്ലാത്തത് കായൽ ടൂറിസത്തിന്റെ ശോഭ കെടുത്തി. വേറെ കാര്യമായിട്ട് അങ്ങനെ ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് അങ്ങനെ വികസനമൊന്നുമില്ല. ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഈ കാട് പിടിച്ചും മറ്റേ ഇങ്ങനെ ആൾക്കാരെല്ലാം കുറവാണ്. ഒന്നാമത് ബോട്ട് യാത്രയെല്ലാം ഉണ്ടെങ്കിൽ തന്നെ നല്ല അടിപൊളിയായിട്ടുണ്ടാവും. കോട്ടപ്പുറത്ത് ടെർമിനൽ ഉദ്ഘാടനം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞു. 2 വർഷം കഴിഞ്ഞതിൻ്റെ ഇടയ്ക്ക് യാതൊരു മെയിൻ്റനൻസ് വർക്കോ ഒന്നും ഇവിടെ നടക്കുന്നില്ല. വളരെ മോശമാണ് ഇവിടെ സ്ഥിതി. ഇവിടെ ഒരു ബാത്റൂമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇവിടെയുള്ള ഇരിപ്പിടം കാര്യങ്ങളെല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. വന്ന് രാത്രി കാലങ്ങൾ വന്നിട്ട് അടിച്ച് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയല്ലേ സ്ഥിതി. ആരും നോക്കാൻ ശരിക്കും ഒരാളില്ല ഇവിടെ. വൈകുന്നേരങ്ങളിൽ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. അതുപോലെ ബോട്ടിൽ ഹൗസ് ബോട്ടിലും യാത്രക്കാരൊക്കെ വരുന്നുണ്ട്. പക്ഷേ അതിലൊരു നല്ലൊരു സൗകര്യം നമ്മൾ അധികാരികൾ ഭാഗത്തു നിന്നുണ്ടാണെന്നാണ് നമ്മുടെ അഭിപ്രായം. നിലവിൽ 30-ലധികം ഹൗസ് ബോട്ടുകൾ കോട്ടപ്പുറത്തുണ്ട്. അവധി ദിവസങ്ങളിൽ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് പോലും സഞ്ചാരികൾ എത്തുമ്പോഴും ഇവർക്ക് ടെർമിനലിനകത്തേക്ക് പ്രവേശിക്കാൻ നല്ല റോഡില്ലാത്തത് പ്രതിസന്ധിയാണ്. ഇതൊന്നും മെയിൻ്റെനൻസ് ഇല്ല ഒന്നാമത് ടെർമിനൽ. പിന്നെ എന്ന് വെച്ചാൽ ഇങ്ങോട്ടേക്ക് ഇപ്പോൾ ബസ് ഒരു 49 സീറ്റോ 41 സീറ്റ് ബസ് വരുന്നില്ല. ഇപ്പോൾ ഇവിടുത്തെ ചായപ്പീടിക തന്നെ പടച്ചിട്ട് പോയിട്ടേ. ഇപ്പോൾ നമുക്ക് ഇവിടെ ഹൗസ് ബോട്ട് നമ്മളെ കയാക്കിങ് എല്ലാം കൊണ്ടുവരാം. പക്ഷേ ഇവിടുത്തെ ആൾക്കാർ അങ്ങനെ ഒന്നും സപ്പോർട്ടില്ല. പിന്നെ ഇപ്പോഴത്തെ ഇവിടുത്തെ റോഡ് തന്നെ ആൾക്കാർ ഗവൺമെൻറ് തന്നെ മെയിൻ്റെനൻസ് ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ ഇത് തന്നെ പ്രശ്നം. ഇങ്ങോട്ടേക്ക് ഇപ്പോൾ ഗസ്റ്റ് എത്തുന്നില്ല.
ഇപ്പോൾ ഇന്ന് തന്നെ ഇപ്പോൾ ഒരു ഹൗസ് ബോട്ടിൻ്റെ ട്രിപ്പിൽ തന്നെ 300 മീറ്റർ നടന്നിട്ടേ വരുന്നത്. ദിവസം ഇവിടെ 200-300 ആൾക്കാർ വരുന്നുണ്ട്. ഇവിടെ വണ്ടി വർക്ക് ചെയ്യാൻ സൗകര്യങ്ങളില്ല. കാസർഗോഡ് ജില്ലയിൽ തന്നെ ഇപ്പോൾ ബേക്കൽ ഫോർട്ട് കഴിഞ്ഞാൽ ഏറ്റവും നല്ല ടൂറിസം മേഖലയാണ് ഇപ്പോൾ ഇവിടെ ഹൗസ് ബോട്ടും. ഇത് ഇവിടുത്തെ ഈ ചായയും ഒരു ഈവനിങ് നല്ല സൺസെറ്റൊക്കെ കാണുന്ന പറ്റിയ സൗകര്യമാണ്. കോവളം ബേക്കൽ ജലപാതയുടെ ഭാഗമായി കോട്ടപ്പുറത്ത് നിന്ന് ചിത്താരിപ്പുഴ വരെ ഹൗസ് ബോട്ട് സർവീസ് തുടങ്ങുമ്പോഴേക്കും കോട്ടപ്പുറം കേന്ദ്രീകരിച്ചുള്ള ഹൗസ് ബോട്ടുകളുടെ എണ്ണം 50ഓളം ആകുമെന്നായിരുന്നു വിലയിരുത്തൽ. എന്നാൽ വികസനം പാതി വഴിയിൽ നിലച്ചതോടെ പ്രതീക്ഷകൾ താളം തെറ്റി. ഞാനിപ്പോൾ വരുന്ന സമയത്ത് തന്നെ ഏകദേശം ഈ ഒരു ഗ്യാപ്പിൽ വരാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 20 മിനിറ്റ് എടുത്തു. കാരണം എൻ്റെ ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നു. ഞാൻ റിവേഴ്സ് പോയി സൈഡാക്കിയതിന് ശേഷമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. 500 മീറ്റർ എന്ന് പറഞ്ഞ ബാക്കിലേക്ക് പോയി. ബാക്കിൽ പോയിട്ട് ഞാൻ സൈഡാക്കിയതിന് ശേഷമാണ് അവർ പോയി. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്കൊരു ഫ്രീ ആയിട്ട് വരാനുള്ള ഒരു 2 വേ ഒരു ലൈൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കി തന്നു കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാർ വരാനുള്ള ഒരു സൗകര്യം കൂടുന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. വടക്കൻ മലബാറിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് മുതൽക്കൂട്ടാകുന്ന കായൽ ടൂറിസം വേണ്ടത്ര പരിപോഷിപ്പിക്കപ്പെടുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ജില്ലയോളം അവഗണന നീലേശ്വരത്തെ ഹൗസ് ബോട്ട് ടെർമിനലിലും നേരിടുന്നുണ്ട്. അരുൺ പാറക്കൽ, 24 കാസർഗോഡ്. പൊതുജനം കഴുതയല്ല സാർ. ഇപ്പോൾ ഒരു വാർത്ത വരുന്നത് സർക്കാർ വീണ്ടും വായ്പ എടുക്കാൻ പോകുന്നു എന്നതാണ്. പൊതുവിപണിയിൽ നിന്ന് 2000 കോടി രൂപ സർക്കാർ കടമെടുക്കും. കടപ്പത്രം മുഖേന പണം സമാഹരിക്കാനാണ് തീരുമാനം എന്ന് ഇപ്പോൾ ആർ ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് അറിയിക്കുന്നുണ്ട്. ഇനി തീരമേഖലയുമായി ബന്ധപ്പെട്ട ഒരു പഠന റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളിലേക്കാണ് പൊതുജന കഴുതയല്ല സാർ പോകുന്നത്. കേരളത്തിന്റെ തീരമേഖല ലവണാംശ ബാധിതം എന്ന് ഭൗമശാസ്ത്ര മന്ത്രാലയത്തിന്റെ പഠനം വ്യക്തമാക്കുന്നു. സംസ്ഥാനത്തെ തീരമേഖലയോട് ചേർന്ന് നിരന്തരം ഉപ്പുവെള്ളം കയറുന്നത് കുടിവെള്ളത്തെയും കൃഷിയെയും ബാധിച്ചു തുടങ്ങി എന്നാണ് പഠനങ്ങൾ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകുന്നത്. കടൽ തീരത്ത് നിന്ന് ഉൾനാടൻ ജലാശയങ്ങളിലേക്ക് പരമാവധി 30 കിലോമീറ്റർ വരെയാണ് ഈ ഭീഷണി നിലനിൽക്കുന്നത്. കേരളം താരതമ്യേന ചെറിയ സംസ്ഥാനമാണെങ്കിലും നമ്മുടെ തീരമേഖല 590 കിലോമീറ്ററോളം വ്യാപിച്ചു കിടക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കാരണം കടലിൽ നിന്ന് ഉപ്പുവെള്ളം നിരന്തരം അടിച്ചു കയറുന്നത് പരിസ്ഥിതിയെയും നമ്മുടെ നിത്യജീവിതത്തെയും ബാധിക്കുമെന്ന് ദേശീയ ഭൗമശാസ്ത്ര മന്ത്രാലയം നടത്തിയ പഠനങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നു. കേന്ദ്ര ജല കമ്മീഷനും വിവിധ കാലങ്ങളിൽ തിരുവനന്തപുരത്തെ നാഷണൽ സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസും നടത്തിയ പഠനങ്ങളാണ് കേരളത്തിന്റെ തീരമേഖല ലവണാംശബാധിതമെന്ന മുന്നറിയിപ്പ് നൽകുന്നത്. 9 ജില്ലകളിലായി 1492.63 ചതുരശ്ര കിലോമീറ്റർ പ്രദേശം ലവണാംശബാധിതമെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. തീരപ്രദേശമില്ലാത്ത കോട്ടയം ജില്ലയും ഇക്കൂട്ടത്തിൽ ഉൾപ്പെടുന്നു. തിരുവനന്തപുരം ജില്ലയിൽ കാപ്പിൽ മുതൽ പൊഴിയൂർ വരെ NCSS നടത്തിയ ഫീൽഡ് സർവേയിൽ കിണർ വെള്ളത്തിൽ ഉപ്പുരസം കലരുന്നത് കൂടുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ബയോളജിക്കൽ ആസ്പെക്ട്സിൽ മൈക്രോബിയൽ കണ്ടാമിനേഷൻ വളരെ കൂടുതലായിട്ട് നമുക്ക് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് നമുക്ക് കിട്ടുന്നുണ്ട്. അത് നോർമലി ഒരു പോപ്പുലേഷൻ ഗ്രോത്ത് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സിനാറിയോ ആണ്. പക്ഷേ അറ്റ് ദി സെയിം ടൈം തന്നെ ഈ പറയുന്നത് പോലെ നമ്മുടെ ഒരു ലവണാംശത്തിൻ്റെ ഒരു കൂടുതലും ഈ പറയുന്ന വെൽ വാട്ടർ സിസ്റ്റംസിലേക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന കിണറുകളിലേക്ക് ഇപ്പോൾ മുൻകാലങ്ങളെ അപേക്ഷിച്ചിട്ട് വരുന്നുണ്ട്. പഠനം വളരെയധികം കൃത്യമായി ഞങ്ങൾ ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യമാണ്. കിണർ വെള്ളത്തെയും ശുദ്ധജല മത്സ്യങ്ങളെയും ഉൾനാടൻ ജലാശയങ്ങളോട് ചേർന്നുള്ള ജൈവ വ്യവസ്ഥയും ഇത് തകർത്തു തുടങ്ങിയിട്ടുണ്ട്. കൃഷിഭൂമിയുടെ സ്വാഭാവിക ഘടന നഷ്ടപ്പെടുന്നു. ആവശ്യമായ പോഷകങ്ങളില്ലാത്തതിനാൽ ഉൽപാദനം വർഷാവർഷം കുറയുന്നു. ഇതുമൂലം കൃഷി ഉപേക്ഷിക്കേണ്ടി വരുന്നവരുടെ എണ്ണം കൂടുന്നു. ഭൂജലനിരപ്പ് താഴ്ന്നു കിടക്കുന്ന കുട്ടനാടിന്റെ സ്ഥിതി അതിഗുരുതരമാണെന്നാണ് പഠനങ്ങൾ. എല്ലാ രീതിയിലും ബാധിക്കും. പ്രധാനമായിട്ട് നമ്മുടെ കുടിവെള്ളം തന്നെയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മുനിസിപ്പൽ വാട്ടർ എത്താതെ കുടിവെള്ളം ഈ കിണർ വെള്ളം മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന വലിയൊരു വിഭാഗം ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. കൃഷിക്ക് ഉപയോഗിക്കുന്നുണ്ട് ആൾക്കാർ. പിന്നെ ബാക്കിയുള്ള ഈസ്തറ്റിക് നമ്മുടെ കുളിക്കാനും ബാക്കിയുള്ള നനയ്ക്കാനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഉറപ്പായിട്ട് ലവണാംശം കൂടിക്കഴിഞ്ഞാൽ ഈ പറയുന്ന കംപ്ലീറ്റ് ഡൊമൈൻസ് ഈ സെക്ടേഴ്സിനെ അത് വളരെ സാരമായി തന്നെയാണ് അത് ബാധിക്കുന്നത്. കാലാവസ്ഥാ മാറ്റം, സമുദ്രജലനിരപ്പ് ഉയരുന്നത്, ഭൂജലനിരപ്പിലുണ്ടായ വ്യതിയാനം തുടങ്ങിയ പ്രകൃതി പ്രശ്നങ്ങളും മണൽവാരൽ, ഡ്രഡ്ജിംഗ് പോലുള്ളവയുമാണ് കേന്ദ്ര ജല കമ്മീഷൻ ചൂണ്ടിക്കാട്ടുന്ന കാരണങ്ങൾ. അപ്പോൾ ലവണാംശത്തിനെ തടഞ്ഞു നിർത്തുന്നതിന് ഈ പറയുന്ന
മഴവെള്ള സംഭരണികൾ. ഇതിനകത്ത് മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ മഴവെള്ള സംഭരണി എന്ന് പറയുമ്പോൾ നമുക്ക് വലിയൊരു ടാങ്കോ അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ കുറച്ച് എന്ത് ചെയ്യാം, ടാങ്ക് പോലെ കെട്ടി അങ്ങനെ അത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നൊരു റിസൾട്ട് ഉണ്ടാവില്ല. നമ്മുടെ എൻറ്റയർ സ്ട്രെച്ചിൽ പറ്റുന്ന ഭാഗങ്ങളിൽ വളരെയധികം ഡിസ്റ്റൻസ് ഇല്ലാതെ ചെറിയ ചെറിയ ജലസംഭരണികൾ പോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഈ ഒരു ലവണാംശത്തിൻ്റെ അളവ് കൂടുന്നത് നമുക്ക് തടയാൻ കഴിയുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. വേലിയേറ്റ സമയത്തും മറ്റും കായലിലേക്ക് കയറുന്ന ഉപ്പുവെള്ളം നദികളുടെ പതന സ്ഥലവും കടന്ന് ഉള്ളിലേക്ക് പോകുന്നുണ്ട്. ശാശ്വതമായ പരിഹാരം കണ്ടെത്താനായിട്ടില്ല എങ്കിൽ തടയണകൾ കെട്ടി ശുദ്ധജലം സംരക്ഷിക്കുക മാത്രമാണ് പോംവഴിയെന്ന് ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നു. അഭിലാഷ് തൊഴുവൻകോടിനൊപ്പം അലക്സ് റാം മുഹമ്മദ്, 24 തിരുവനന്തപുരം. ഇനി 24 ഇമ്പാക്റ്റിലേക്കാണ്. തിരുവനന്തപുരം കിളിമാനൂരിൽ രജിത് അംബിക ദമ്പതികൾ അപകടത്തിൽ മരിച്ച സംഭവത്തിൽ ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തി പോലീസ്. നെയ്യാറ്റിൻകര സ്വദേശി ആദർശാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. അപകടമുണ്ടാക്കിയ വാഹനം ഓടിച്ചയാളെ ഒളിവിൽ പോകാൻ സഹായിച്ച ആളാണ് ആദർശ്. വിവരങ്ങളുമായി ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട്. ഷഫീദ്, ഈ വാഹനം ഓടിച്ച ആളുകൾ എവിടെ ഷഫീദ്? ഉന്മേഷ, ഇതുവരെയും ആ ചോദ്യത്തിന് മറുപടി ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് കിളിമാനൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ രജിത്തിന്റെ മൃതദേഹം വെച്ചുകൊണ്ടുള്ള ബന്ധുക്കളുടെ പ്രതിഷേധവും വൈകാരികമായ രംഗങ്ങൾ. നമ്മൾ ഏതാണ്ട് 1 മണിക്കൂറോളം സമയമാണ് അത് റിപ്പോർട്ട് ചെയ്തത്. ഏതായാലും നമ്മളത് വാർത്തയാക്കിയതിന് പിന്നാലെ, വലിയ വിവാദമായതിന് പിന്നാലെ ഇപ്പോൾ ഒരു ചെറുവിരലെങ്കിലും അനക്കാൻ പോലീസ് തയ്യാറായിട്ടുണ്ട്. അത് വർക്കല ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ പ്രതികളെ, അതായത് ഈ അപകടമുണ്ടാക്കി രജിത്തിന്റെയും അംബികയുടെയും മരണത്തിനിടയാക്കിയ ആ സംഭവത്തിൽ കാർ ഓടിച്ച ആളുകളെ രക്ഷിക്കാൻ തമിഴ്നാട്ടിലേക്ക് ഒളിവിൽ പോകാൻ സഹായിച്ചിട്ടുള്ള നെയ്യാറ്റിൻകര സ്വദേശിയായിട്ടുള്ള ആദർശിനെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നലെയാണ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് വലിയ തരത്തിൽ ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾ അത് പോലീസ് നടത്തിയിരുന്നു. പക്ഷേ എവിടെയാണ് പ്രതികളെന്ന് കൃത്യമായ ആദർശ് പറയുന്നില്ല എന്നുള്ളതാണ് കിളിമാനൂർ പോലീസും വർക്കല ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ സ്ക്വാഡും ഇക്കാര്യത്തിൽ വ്യക്തമാക്കുന്ന കാര്യം. തമിഴ്നാട് കേന്ദ്രീകരിച്ച് ഇവർക്കായി ഒരു പോലീസ് സംഘം ഉണ്ട് എന്നൊക്കെയുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. ജനുവരി 4-ാം തീയതിയാണ് കിളിമാനൂർ പാപ്പാലയിൽ വെച്ച് രജിത്തും അംബികയും സഞ്ചരിച്ചിരുന്ന ബൈക്കിലേക്ക് അമിത വേഗതയിലെത്തിയ, അത് മദ്യലഹരിയിൽ വാഹനം ഓടിച്ച് അമിത വേഗതയിലെത്തിയ കാർ ജീപ്പ് ഇടിക്കുന്നത്. അതിനുശേഷം ഈ ജീപ്പ് റിവേഴ്സ് എടുത്തപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി ജീപ്പ് റിവേഴ്സ് എടുത്തപ്പോൾ അംബികയുടെ ദേഹത്തുകൂടി ആ വാഹനം കയറുകയായിരുന്നു. 7-ാം തീയതി അംബികയും 2 ദിവസം മുൻപ് രജിത്തും മരിച്ചു. അതിന് പിന്നാലെയാണ് ബന്ധുക്കൾ ഈ പോലീസിനെ പിടികൂടുന്നില്ല എന്നുള്ള കാര്യം ആരോപിച്ചുകൊണ്ട് പ്രതിഷേധം ശക്തമാക്കിയത്. ഏതാണ്ട് 15 ദിവസം കഴിഞ്ഞിട്ടും അപകടമുണ്ടാക്കിയ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് പോലീസ് സ്വീകരിച്ചത്. കൂടാതെ പോലീസ് കസ്റ്റഡിയിൽ ഉണ്ടാക്കിയ അപകടമുണ്ടാക്കിയ വാഹനം, അതായത് പ്രധാന തൊണ്ട് മുതൽ കത്തിയതടക്കം വലിയ വിവാദമായിരുന്നു. ഇപ്പോൾ ഒരു ചെറുവിരൽ അത് പോലീസിന്റെ ഭാഗത്ത് നടക്കുന്നുണ്ട്. അപ്പോഴും ഉന്മേഷ് ചോദിച്ചതുപോലെ ഈ പ്രതികൾ എവിടെയെന്നുള്ള ചോദ്യത്തിന് ഇതുവരെയും മറുപടിയില്ല. ശരി, അപ്പോഴും വാഹനം ഓടിച്ചവർ എവിടെ എന്നുള്ളതാണ് ചോദ്യം. ഈ പ്രതികളെ ഒളിവിൽ പോകാൻ സഹായിച്ച ആളെയാണ് പോലീസ് ഇപ്പോൾ പിടികൂടിയത്. ആ വാഹനം ഓടിച്ച ആളുകൾ എവിടെയെന്നുള്ള ചോദ്യം ബാക്കിയാകുന്നു. അന്വേഷണം നടക്കുന്നു എന്നാണ് പോലീസിന്റെ മറുപടി. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. ഇനി പൊതുജനം കഴുതയിൽ അസ്ര എന്ന പരിപാടി പോകുന്നത് കണ്ണൂർ തോട്ടടയിലേക്കാണ്. അവിടെ ലഹരി മാഫിയുടെ വിളയാട്ടമാണ്. പട്ടാപ്പകൽ പോലും പൊതുസ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് ലഹരി സംഘങ്ങൾ തമ്പടിക്കുന്നു എന്നാണ് പരാതി. പോലീസിൽ പരാതി നൽകിയിട്ടും നടപടിയുണ്ടാകാത്ത സാഹചര്യത്തിൽ ശക്തമായ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് നാട്ടുകാർ. കണ്ണൂർ തോട്ടടയിലെ അമ്മുപറമ്പ് എന്ന സ്ഥലത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. 18-നും 30-നും ഇടയിൽ പ്രായമുള്ള ചെറുപ്പക്കാരാണ് ആ ലഹരി ഉപയോഗിക്കുന്നവരിൽ ഏറെയും. അതും പൊതുസ്ഥലത്ത് പട്ടാപ്പകൽ. ഈ നാട്ടുകാർക്ക് അവരുടെ സമാധാന ജീവിതം നഷ്ടമായിട്ട് ഇപ്പോൾ കുറച്ച് കാലമായി. ആ ദൃശ്യങ്ങളിൽ പല ആഴ്ചകൾക്ക് മുൻപുള്ള ദൃശ്യങ്ങൾ സഹിതമുണ്ട്. ഇപ്പോൾ ഈ നാട്ടുകാർ മുഴുവൻ, ഈ അമ്മുപറമ്പിലെ നാട്ടുകാർ മുഴുവനും ഇപ്പോൾ ഇവിടെ ഒത്തുചേർന്നത് ഈ ലഹരി ഉപയോഗിക്കുന്നവർ, ഈ സാമൂഹ്യ വിരുദ്ധവരുടെ ഈ ശല്യം കാരണമാണ്. ഇതിവിടുത്തെ കൗൺസിലറാണ്. ഇത് നേരത്തെ എത്ര കാലമായിട്ട് ഈ പ്രശ്നമുണ്ട്? എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? നമുക്കിപ്പോൾ കുറച്ചു കാലമേ അറിവുള്ളൂ. അപ്പം ഇപ്പോഴാണ് അറിയപ്പെടുന്ന കുറച്ച് മുമ്പേ ഉണ്ട് എന്നുള്ള അറിവാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വളരെ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതോടൊപ്പം തന്നെ ഒരുപാട് കുട്ടികൾ, സ്ത്രീകൾ അടങ്ങുന്ന ഒരു ചുറ്റുപാടാണ് ഇവിടെ ഉള്ളത്. ഇവരിത് എവിടെ ഇരുന്നിട്ടാണ് ഈ ലഹരിയൊക്കെ ഉപയോഗിക്കുന്നത്? കഞ്ചാവൊക്കെയാണോ ഉപയോഗിക്കുന്നത്? മയക്കുമരുന്ന് തന്നെയാണ് സംഭവം. അതിൽ ഒരുപാട് ഇതുണ്ടല്ലോ, അതിനെപ്പറ്റി നമുക്കറിയില്ലല്ലോ എന്താണ് ഉപയോഗിക്കുന്നത്. നമ്മൾ പോലീസിലൊക്കെ കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ ഭാഗത്തൊന്നും നമുക്ക്
സപ്പോർട്ട് ഉണ്ട്. ചേച്ചി എന്താ ഭീഷണിപ്പെടുത്തിയെന്ന് പറഞ്ഞു? എന്താ സംഭവിച്ചതെന്ന്? അപ്പോൾ 1-ാം തീയതി രാത്രി 8 മണിയോടുകൂടിയാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്. ഇവനും ഇവൻ്റെ കൂട്ടാളികളും ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് എൻ്റെ അടുത്ത വീട്ടിലുള്ള രാജേഷ് ഇവിടെ അവന് ഭക്ഷണം കഴിച്ചിട്ടൊന്ന് നടക്കുന്നതോട് കൂടെ അപ്പോൾ ചോദിച്ചു, നിങ്ങളെന്താ ഇവിടെ ഇരിക്കുന്നത്? പലതവണ പറഞ്ഞിട്ടില്ല ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ പാടില്ല. അപ്പോൾ ഇവനൊരു ഭീഷണിപ്പെടുത്തുക, ഇവനെ സ്കെച്ച് ചെയ്യും, അങ്ങനെയൊക്കെയുള്ളൊരു ഭീഷണി സ്വരത്തിൽ ഞാൻ ആളെയും കൂട്ടി വന്നിട്ടൊന്ന് എനിക്ക് കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് രാജേഷിനെ ഒരു ഭീഷണിപ്പെടുത്തി. പിന്നെ 4-ാം തീയതി ഹോസ്പിറ്റലിൽ ഇവിടെ പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി കൊടുത്തു. ആ പരാതിയായിട്ട് ഇപ്പം അവരെ അറസ്റ്റ് ചെയ്യാനോ മറ്റുള്ള നടപടികളിലേക്കോ പോലീസ് പോയിട്ടില്ല. ഇനിയിപ്പോൾ എന്തായി പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള തീരുമാനം നമുക്കറിയണം. ചേച്ചി, നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇങ്ങനെ ലഹരി ഉപയോഗിക്കുന്നതായിട്ട് പബ്ലിക്കിൽ? ഞങ്ങൾ കാണുന്നത് തന്നെയാണ്. കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അധിക സമയങ്ങളിൽ ഈ രജിത്ത് എന്ന് പറഞ്ഞ ചെറുക്കൻ്റെ കൂടെയാണ് പിള്ളേരെ കാണുന്നത്. പിന്നെ ഇവൻ്റെ എന്താ പറയുക, ഓവർ സ്പീഡിലുള്ള വണ്ടി എടുത്ത് പോക്കും ഇത് യൂസ് ചെയ്തിട്ടായിരിക്കും ഇവൻ പോകുന്നുണ്ടാവുക. ഈ ഒരു പ്രശ്നത്തിൽ നമ്മൾ ഇടപെട്ടതിൻ്റെ പേരിൽ മാത്രം എനിക്ക് നല്ല പിന്നെ രാവിലെ മുതൽ ഇൻ്റർനാഷണൽ കോളിനകത്ത് ഭീഷണി ഉണ്ടായി. അത് ഇന്നലെ അത് കഴിഞ്ഞപ്പോൾ അവർ എന്താ വിളിച്ചിട്ട് പറയുന്നത്? അവർ എന്നോട് നീ പിന്നെ എൻ്റെ പേരടക്കം എടുത്ത് തരാം, എനിക്ക് നമ്മൾ അറിയുന്ന ആരെങ്കിലും ആയിരിക്കും ഇത് ഇൻഫോം ചെയ്തിട്ടുണ്ടാവുക. എന്നോട് പറഞ്ഞു, നീ രമ്യല്ലേ, ബാങ്കിലല്ലേ ജോലി ചെയ്യുന്നത്? ഇവൻ്റെ ഫോൺ എടുത്ത് സംസാരിക്കുമ്പോൾ ഇവൻ പിന്നെ വളരെ മോശം രീതിയിൽ എന്നോട് സംസാരിച്ചിട്ട് ഫോൺ കട്ടാക്കുക ചെയ്തത്. പിന്നെ കോളൊന്നും വന്നിട്ടുണ്ടായില്ല. എന്നോട് 2 കാലിൽ നടക്കൂല എന്നാണ് ഇന്നലെ തന്നെ പറഞ്ഞത്. നീ 2 കാലിൽ നടന്നുകൊണ്ട് പോകില്ല, ഇതിൻ്റെ അകത്ത് ഒന്നിക്കൽ പിന്മാറുന്ന വിധത്തിൽ നീ മാഫിയക്കെതിരെ ഇങ്ങനെ സംസാരിക്കാൻ മാത്രമായോ വളർന്നോ എന്നല്ല ചോദിച്ചിട്ടാണ് ഇന്നലെ സംസാരിച്ചിട്ടുണ്ടായി. ചേട്ടാ, നിലവിൽ ഈ ആളുകളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ലഹരിയൊക്കെ പോലീസ് പിടിച്ചിട്ടുണ്ടോ? അപ്പോഴേക്കും പോലീസ് ഈ കക്ഷീൻ്റെ പേരിൽ തന്നെ ഒരു 100-ലധികം കേസ് എടക്കാട് പോലീസ് സ്റ്റേഷനിലുണ്ടെന്നാണ് അവർ പറയുന്നത്. തോട്ടട സ്വദേശിയായിട്ടുള്ള രഞ്ജിത്ത് അല്ലേ? രഞ്ജിത്ത്. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ ആൾ പ്രതികരിക്കാൻ തുടങ്ങിയതിനു ശേഷമാണ് എല്ലാവർക്കും വധഭീഷണിയും കാര്യങ്ങളൊക്കെ. ഇവരെ കൂടെയുള്ള എല്ലാവരുടെ കയ്യിലും മാനസിക വിഭ്രാന്തിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഡോക്ടർ സർട്ടിഫിക്കറ്റ്. ആരാ കൊടുത്തിരിക്കുന്നത് എന്താണെന്നറിയില്ല. ഇവൻ പോലീസുകാർ വന്നപ്പോഴും പോലീസ് വരുന്നു പറഞ്ഞപ്പോഴും ഇവൻ എല്ലാവരോടും പറഞ്ഞൊരു വിഷയം ഇതാണ്, എനിക്ക് മാനസിക രോഗത്തിൻ്റെ സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിലുണ്ട്. ഇവൻ്റെ ഒരു വണ്ടി വരുന്നു, നിൽക്കുന്നു, ഇവന് MDMA തന്നെയാണ് കൈമാറുന്നത്. ഓൺ ദ സ്പോട്ട് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സംഭവം. പക്ഷേ ഇത് പറയുമ്പോഴും അവർ കൊടുത്തു സെക്കൻഡ് എടക്കാട് സ്റ്റേഷനിൽ നിന്ന് മുഴപ്പിലങ്ങാട് നിന്ന് വണ്ടി ഇവിടെ എത്തുന്നതിനിടയ്ക്ക് ഇവർ കംപ്ലീറ്റ് പോകും. അപ്പം അങ്ങനെയാണ് കർശനമായിട്ടുള്ള പോലീസിന് പലതവണ പരാതി നൽകി, പക്ഷേ അതിനൊരു ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം ഇതുവരെയും കാണാൻ സാധിച്ചിട്ടില്ല. കർശനമായിട്ടുള്ള നിരീക്ഷണവും പരിശോധനയും ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനൊരു പരിഹാരം കാണാൻ സാധിക്കുകയുള്ളൂ. പെട്രോളിങ്ങും ശക്തമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. തോട്ടടയിൽ നിന്നും രജീഷ് കരിവള്ളൂരിനൊപ്പം അജീഷ് ജയകുമാർ, 24. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ എന്ന ഈ പരിപാടിയിലൂടെ പ്രേക്ഷകർക്കും നേരിടുന്ന വിഷയങ്ങൾ വാർത്തയാക്കാം. സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് വിശദാംശങ്ങൾ അയയ്ക്കുക. പൊതുജനം കഴുതയല്ല സാർ @gmail.com എന്നതാണ് ഇമെയിൽ ID. ഇനി എൻകൗണ്ടറിലേക്കാണ് KR ഗോപികൃഷ്ണൻ.